കോട്ടക്കുന്നിലെ പ്രഭാത സവാരിക്കാരുടെ നടത്തം നീട്ടുമോ? അനുവദിച്ച സമയം നീട്ടണമെന്ന ആവശ്യവുമായി സംഘടനകളും. മലപ്പുറത്തെ രുചിഭേദങ്ങളുടെ കൊട്ടാരം ഇപ്പോൾ പുതുമകളോടെ വീണ്ടും. കുസ പാലസ്, റെസ്റ്റോ കഫേ, ജൂബിലി റോഡ്, മലപ്പുറം. രാവിലെ കോട്ടക്കുന്നിൽ നടക്കാനെത്തുന്ന പ്രഭാത സവാരിക്കാരുടെ സമയം 4 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂറിലേക്ക് ആക്കണമെന്ന ആവശ്യം ഈയിടെയായി പല സംഘടനകളും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. മലപ്പുറത്തെ വിവിധ സംഘടനകളും കോട്ടക്കുന്നിലെ പ്രഭാത നടത്തക്കാരുടെ വിവിധ കൂട്ടായ്മകളും ജില്ലാ കലക്ടർക്കും DTPCക്കും നിവേദനം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായി സമയം നീട്ടി നൽകാനുള്ള അനുമതിയായിട്ടില്ല. പുലർച്ചെ 4 മണി മുതൽ ഇവിടെ പ്രഭാത സവാരിക്കാർ എത്താറുണ്ട്. രാവിലെ പ്രാർത്ഥനകളും മറ്റും കഴിഞ്ഞ് കുടുംബസമേതം എത്തി 7 മണിയോടുകൂടി തിരിച്ചു മടങ്ങുന്നവരാണ് അധികവും. എന്നാൽ 7:30-ക്ക് ശേഷം എത്തുന്നവർക്കാണ് സമയത്തിന്റെ പ്രശ്നമുള്ളത്. 7:50 ആവുമ്പോഴേക്കും സുരക്ഷാ ജീവനക്കാർ നടത്തക്കാരെ പുറത്തേക്ക് വിളിക്കും. 8 മണി മുതൽ രാത്രി 9 മണി വരെ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രമാണ് കോട്ടക്കുന്നിൽ പ്രവേശിക്കാനാവുക. വൈകിയെത്തുന്നവർ മിക്കവരും അധര വ്യായാമത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നു. ഇവർക്ക് നിയമം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. നടത്തം കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ നടക്കുന്ന ചായ സൽക്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം ശുചീകരണ തൊഴിലാളികൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതിയുണ്ട്. അതേസമയം പുതിയ സർക്കാർ വന്ന് DTPCയുടെ പുതിയ ഭരണസമിതി വരാതെ സമയം നീട്ടുന്നത് പോലുള്ള പുതിയ ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മുൻ ജില്ലാ കളക്ടർമാർ അനുവദിച്ച് നടപ്പിലാക്കിയ സമയക്രമം ഇതുവരെ മാറ്റാതെ തുടരുന്നത് പല നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നാണ് വിവരം. അതേസമയം ഇപ്പോൾ അനുവദിക്കപ്പെട്ട സമയം തന്നെ യഥേഷ്ടമാണെന്നും സമയം നീട്ടേണ്ടതില്ല എന്നുമാണ് സുരക്ഷാ ജീവനക്കാരോടൊപ്പം ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ വക്താക്കളും പറയുന്നത്. മുമ്പ് നഗരസഭ നടത്തിയിരുന്ന കോട്ടക്കുന്നിന് താഴെ പൂട്ടിപ്പോയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ 5 ഏക്കറിലധികം വരുന്ന ഭൂമി കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. വന്യജീവി സംരക്ഷണ കേന്ദ്രമായി മാറിയ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ദ്രവിച്ചുപോയി കഴിഞ്ഞിട്ടുള്ളത്. ആക്രി കച്ചവടക്കാർക്ക് പോലും വേണ്ടാത്ത ഈ ഉപകരണങ്ങൾ മാറ്റി വൃത്തിയാക്കി നല്ലൊരു പൊതുപാർക്കായി നഗരസഭ മാറ്റിയാൽ നടത്തക്കാർക്ക് അതിരാവിലെ കോട്ടക്കുന്ന് കയറാതെ വ്യായാമം ചെയ്യാം. അതേസമയം കോട്ടക്കുന്ന് വിഷയവുമായി ഇന്ന് നടന്ന ഒരു ചർച്ചയിൽ രാവിലെ 8 മണിക്ക് സുരക്ഷാ ജീവനക്കാർ നിർബന്ധിച്ച് പ്രഭാത സവാരിക്കാരെ പുറത്തേക്ക് വിളിക്കില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ 8 മണി മുതൽ അകത്ത് പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കുക തന്നെ വേണം. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.